അമ്മേ ശരണം, ദേവീ ശരണം, ചോറ്റാനിക്കര അമ്മേ ശരണം. ചോറ്റാനിക്കരയിലെ ഓണക്കുറ്റിച്ചിറ ഭഗവതീ സ്ഥാനം. ചോറ്റാനിക്കര അമ്മയ്ക്ക് ചോറ്റാനിക്കര ക്ഷേത്രം കൂടാതെ ഒരു വിശ്രമ സങ്കേതം കൂടി ഉണ്ട്. അതാണ് ഓണക്കുറ്റിച്ചിറ. 108 ദുർഗാലയ സ്തോത്രത്തിൽ ചോറ്റാനിക്കര രണ്ടിലും എന്നുള്ളത് ഒന്ന് ചോറ്റാനിക്കര ക്ഷേത്രവും മറ്റൊന്ന് ഓണക്കുറ്റിച്ചിറ ഭഗവതീ ക്ഷേത്രവുമാണെന്ന് പറയപ്പെടുന്നു. മേൽക്കാവും കീഴ്ക്കാവുമാണെന്ന് മറ്റൊരു പക്ഷം. എന്തു തന്നെ ആയാലും ചോറ്റാനിക്കര ക്ഷേത്രത്തോട് വലിയ ബന്ധമുള്ള പ്രകൃതിരമണീയമായ സന്നിധിയാണ് ഇവിടം. ചോറ്റാനിക്കര തിരുനട അടച്ചു കഴിഞ്ഞാൽ ദേവി ശാസ്താവിനൊപ്പം ഇവിടെ വന്ന് വിശ്രമിക്കുന്നു എന്നാണ് വിശ്വാസം. ചോറ്റാനിക്കര അമ്മയ്ക്ക് രുദ്രാക്ഷശിലയിൽ അഭിഷേകം ചെയ്ത തീർത്ഥജലം ഭൂമിക്കടിയിലൂടെ ഓണക്കുറ്റിയിലെ ചിറയിൽ വന്ന് പതിക്കുന്നു. ഗംഗാജലത്തെ പോലെ പവിത്രവും മഹത്വവുമുള്ളതാണ് ഓണക്കുറ്റി ചിറയിലെ തീർത്ഥം. ആയതിനാൽ ചിറയിൽ കാൽ മുക്കാൻ പാടില്ല. ഓണക്കുറ്റിച്ചിറയിലെ കാറ്റേൽക്കുന്നത് തന്നെ പുണ്യമാണ്. ആൾത്തിരക്കില്ലാതെ കുളവും കാവുമായി നിൽക്കുന്ന ദേവീ സന്നിധി. ഇവിടെ ജലദുർഗ ആണ് സാന്നിധ്യം. വനദുർഗ ആണെന്ന് മറ്റൊരു പക്ഷം. കൂടാതെ മറ്റു ചില ദേവതകൾ കൂടി കുടികൊള്ളുന്നു. ചോറ്റാനിക്കര മകന്നാളിൽ ശാസ്താവിനൊപ്പം ദേവി ഇവിടെ എഴുന്നള്ളി ആറാടുന്നു. ഓണക്കുറ്റിച്ചിറയോട് ചേർന്നാണ് തൻ്റെ പരമഭക്തനായ കാക്കശ്ശേരി ദാമോദരൻ ഭട്ടതിരിയെ ദേവി മറച്ച ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഓണക്കുറ്റിച്ചിറയിൽ രാവിലെ നിത്യപൂജയും നിവേദ്യവും നടത്തിവരുന്നു. ദേവപ്രശ്നത്തിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തോട് അഭേദ്യം ബന്ധമുള്ള സന്നിധിയിലാണ് ഓണക്കുറ്റിച്ചിറ എന്ന് തെളിഞ്ഞു. 2023 സഹസ്രദ്രവ്യ കലശത്തിൽ ഓണക്കുറ്റിച്ചിറയിലും കലശം നടന്നിരുന്നു. ചോറ്റാനിക്കര ദേവിയുടെയും ശാസ്താവിൻ്റെയും വിശ്രമ സങ്കേതമായതിനാൽ ഇവിടെ ഭക്തർ പരിഭവങ്ങൾ പറയാൻ പാടില്ല എന്നാണ് വിശ്വാസം. നാമജപം മാത്രം. ചോറ്റാനിക്കര പൂരപ്പറമ്പിന് സമീപത്തുള്ള റോഡിലൂടെ ഓണക്കുറ്റിച്ചിറയിലേക്ക് എത്താവുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്റർ മാത്രം ദൂരം. ചോറ്റാനിക്കര അമ്മേ ശരണം.